38 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ എത്തി. കോൺഗ്രസ് നേതാവ് ഡേവിയറിന്റെ കാറിലാണ് രാഹുൽ ആദ്യം എത്തിയത്. അല്പസമയത്തിനകം രാഹുൽ മാധ്യമങ്ങളെ കാണും. യുവതികളെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണം ഉയർന്ന ശേഷം ആദ്യമാണ് രാഹുൽ മണ്ഡലത്തിലെത്തിയത്. ഹലോ 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 വന്നില്ലേ? ശരി 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 കണ്ണാട്ടന്റെ പറഞ്ഞത് അല്ല, നമ്മുടെ ഇവന്റെ തീർച്ചയായിട്ടും രാഹുൽ 38 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പാലക്കാട് സാജിദ് അജ്മൽ വിവരവുമായി ചേരുന്നു. സാജിദ്, ഇന്ന് എന്തൊക്കെയാണ് രാഹുലിന്റെ പരിപാടി? അജിംസ് 38 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നു. ഈ രാഹുലിന്റെ വാഹനമാണ് കാണുന്നത്. അദ്ദേഹം നേരെ കുന്നത്തൂർ മേട്ടിലാണ് ആദ്യം എത്തിയത്. കുന്നത്തൂർ മേട്ടിൽ ഈ സേവ്യർ എന്ന കോൺഗ്രസ് നേതാവിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ആ വീട്ടിൽ സന്ദർശനം നടത്തി. ഇത് കൂടാതെ കുന്നത്തൂർ മേട്ടിൽ തന്നെ മറ്റൊരു മരണ വീട്ടിൽ കൂടി അദ്ദേഹം സന്ദർശിച്ചു. ആളുകളെ നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റേതെല്ലാം ഉണ്ടാകുന്ന സമയം പോലെ ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു. അദ്ദേഹം MLA ബോർഡ് വെച്ച അദ്ദേഹത്തിന്റെ KL 26L 3030 എന്ന കാറിൽ തന്നെയാണ് എല്ലാ സമയവും ഉപയോഗിക്കുന്ന അതേ കാറിൽ തന്നെയാണ് അദ്ദേഹം എത്തിയത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. ഇനി നേരെ MLA ഓഫീസിലേക്കാണ് പോകുന്നത്. പിന്നീട് ഇന്ന് മണ്ണാർക്കാട് മുൻ KPCC സെക്രട്ടറി മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടി സന്ദർശിക്കും. അദ്ദേഹത്തിന്റെ വീട് കൂടി സന്ദർശിക്കും. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തിയാൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് BJPയും DYFIയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ മഹിളാ മോർച്ച കോഴിയെല്ലാം തന്നെ ഇറക്കിക്കൊണ്ടുള്ള തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. അതെല്ലാം ഉണ്ടായിരിക്കെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പ്രശ്നവും ഇല്ല, ജനാധിപത്യ രീതിയിൽ താൻ മണ്ഡലത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. വിശദമായി മാധ്യമങ്ങളെ കാണാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കോട്ട മൈതാനം ഭാഗത്താണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന്റെ ഓഫീസ് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ്, അങ്ങോട്ട് തന്നെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പാലക്കാട് രാഹുൽ എത്തിയാൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം ഈ മണ്ണാർക്കാട്ടേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങോട്ടുള്ള ദിശയിലേക്ക് ആണ് ഇപ്പോൾ വാഹനം തിരിച്ചിരിക്കുന്നത്. MLA ഓഫീസിലേക്ക് ഉള്ള വഴിയിലേക്കല്ല വാഹനം തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് രാഹുലിന്റെ പ്ലാൻ എന്നറിയില്ല. നമ്മൾ ലഭ്യമായത് ഈ മണ്ണാർക്കാട്ടെ ഒരു മരണ വീട് കൂടി രാഹുൽ സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പക്ഷേ ഈ MLA ഓഫീസിലേക്ക് എത്തുന്നതിന് മുൻപ് മറ്റെന്തെങ്കിലും ആവശ്യാർത്ഥമാണോ പോകുന്നത് എന്നതിൽ വ്യക്തയില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ സ്ഥിരം വാഹനത്തിൽ തന്നെയാണ്, MLA ബോർഡ് വെച്ച വാഹനത്തിൽ തന്നെയാണ് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനമായി ഇവിടെ നിന്ന് പോകുന്നത്. പിന്നീട് അദ്ദേഹം എത്തുന്നത് 38 ദിവസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും പാലക്കാട് എത്തുന്നു. പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പാലക്കാട് കാലുകുത്തിക്കില്ലെന്ന് BJP പ്രഖ്യാപിച്ചിരുന്നു. ഔദ്യോഗികമായ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്ന് DYFIയും പറഞ്ഞിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം പാലക്കാട് നഗരത്തിലൂടെ ഇറങ്ങി നടക്കുന്നു, അദ്ദേഹത്തിന്റെ കാറിൽ പോകുന്നു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമത്തിലേക്കോ കനത്ത പ്രതിഷേധത്തിലേക്കോ പോകുമോ എന്നുള്ളത് നമുക്ക് ഒരു വ്യക്തതയില്ല. അത് കണ്ടറിയണം. എന്തായാലും അദ്ദേഹം ഇപ്പോൾ MLA ഓഫീസിലേക്ക് ഉള്ള ദിശയിലല്ല പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ കോട്ട മൈതാനം കഴിഞ്ഞ് ഈ KSRTC ഉൾപ്പെടെയുള്ള ഭാഗത്തേക്കുള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് രാഹുലിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ പ്രതിഷേധങ്ങൾ, ഈ വകവെക്കാതെയുള്ള പ്രതിഷേധങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇനി ഉണ്ടാകുമോ എന്നതിൽ വ്യക്തതയില്ല. ഔദ്യോഗിക പരിപാടിയിൽ ഈ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഔദ്യോഗിക പരിപാടികളല്ല രാഹുലിന് ഇന്ന് ഉള്ളത്. ഇന്ന് ഈ ചില മരണ വീടുകൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നലെ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺവെൻഷൻ ചേർന്നിരുന്നു. UDFന്റെ ഈ
ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് അടക്കം വന്ന ഒരു കൺവെൻഷനായിരുന്നു. ആ കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് ഈ രാഹുലിനെതിരെ എടുത്ത നടപടിയെ സംബന്ധിച്ച് വിശദീകരണം നൽകി.